അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മുടെ ഡെയിലി വ്ളോഗ് ഡേ 2 ആണ്. അതിനു മുമ്പ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടേക്കാം. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇതിൻ്റെ എന്നാ സംഭവം ഇട്ടേക്കാം, ലിങ്ക് ഇട്ടേക്കാം. ഇവിടെ ഒരു ഐ ബട്ടൺ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ജസ്റ്റ് അത് ഇവിടെയാണോ എവിടെയെങ്കിലുമൊക്കെ ഞെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോ കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇന്നിപ്പം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് സ്റ്റുഡിയോയിൽ പോകാമെന്ന്. സ്റ്റുഡിയോയിലല്ലെങ്കിൽ പിന്നെ എവിടെയാണ് വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഒരു മാളുണ്ട്, ഫോറം മാൾ. അതിനു മുമ്പ് എന്നെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ സൂരജ് ഹരിപ്രസാദ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് വ്ളോഗൊക്കെ ഇട്ട് വെറുപ്പിക്കാറുണ്ട്. അപ്പം എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ 1 മില്യൺ യൂട്യൂബ് ഫാമിലി ഉള്ള ഒരു വ്ളോഗർ ആകണം എന്നൊക്കെയാണ്. വെറുതെ ഇരുന്ന് ഇങ്ങനെ കാശുണ്ടാക്കണം, അതൊക്കെയാണ് എൻ്റെ ഡ്രീം. നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാശുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ തരാം, വെറുതെ അയച്ചോളുക. എൻ്റെ അമ്മ എന്തൊക്കെയാണോ പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റുഡിയോയിൽ പോകാം. സ്റ്റുഡിയോയിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാനൊന്നുമല്ല, ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെപ്പോലെ ഇങ്ങനെ നിങ്ങൾക്ക് ഫോട്ടോസൊന്നും ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് വെറുതെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ടു സ്റ്റുഡിയോ ടു ടേക്ക് പിക്ചേഴ്സ്. യെസ്, ദാറ്റ്സ് ഓൾ. അപ്പം നമുക്ക് ഒട്ടും വൈകിക്കേണ്ട വീഡിയോയിലോട്ട് പോകും. പിന്നെ ഇന്ന് ഞാനിങ്ങനെ ഇംഗ്ലീഷൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ വെറുതെയാണ് കേട്ടോ, വെറും പട്ടിഷയാണ്. എനിക്കങ്ങനെ ഇംഗ്ലീഷൊന്നും വലിയ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെന്നൊക്കെ ആൾക്കാരിങ്ങനെ കാണിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഇവിടെ നല്ല വെയിലായി തുടങ്ങി. പിന്നെന്താ പറയാനായിട്ടുള്ള, എന്തായാലും നമുക്ക് സ്റ്റുഡിയോയിൽ പോകാം. സ്റ്റുഡിയോയിൽ പോയിട്ട് പിന്നെ ഇന്ന് ആരുമില്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. കാരണം എല്ലാവർക്കും പണിയുണ്ട്, എനിക്ക് മാത്രം പണിയില്ല. സോ ഐ തോട്ട് ഐ വിൽ ഗോ ടു സ്റ്റുഡിയോ അലോൺ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമുക്കിനി സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണാം. പിന്നെ ഗായ്സ്, ഇത് ടെറസിൽ കൃഷി ചെയ്യുന്ന മണി പ്ലാന്റ്. ഇതാര് കൊണ്ട് വെച്ചതാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ നൈസ്. ഇതാര് കൊണ്ട് വെച്ചതാണെങ്കിലും അയാൾക്കൊരു ലൈക്ക്. ഇവിടെ വേറെ കുറച്ച് ചെടിയൊക്കെ ഉണ്ടായിരുന്നു, ആ ചെടിയെല്ലാം കരിഞ്ഞു പോയി കേട്ടോ. അതിൻ്റെ അകത്ത് ആരും വെള്ളം ഒഴിക്കാനിരുന്നിട്ടാണോ എന്നറിയത്തില്ല. വാട്ടെവർ, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് നമ്മളതിൽ തലയിടാതിരിക്കുക. ഞാനൊരു ദിവസം അതിനകത്ത് വെള്ളം ഒഴിച്ചായിരുന്നു. ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷമാണോ അത് കരിഞ്ഞു പോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അത് ഫുള്ള് കരിഞ്ഞ് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നുമില്ല, വെറും മണ്ണ് മാത്രമേ ഉള്ളൂ. അതതിനും വേറെ കൊണ്ട് മണ്ണ് നിറച്ച് വെച്ചതാണോ എന്നറിയത്തില്ല. ഞാൻ വെള്ളം ഒഴിച്ച് കരിച്ച് കളഞ്ഞത് ഇതാട്ടോ, അത്. ആ ചെടി അവിടെ ഇരിപ്പുണ്ട്, കരിഞ്ഞു പോയത് കണ്ടോ. ഇതിൻ്റെ ഓണർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്നും പറയരുത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം. ഇനി നമുക്ക് താഴെ ചെല്ലാം. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പം നമ്മുടെ നിവിയ മെനിൻ്റെ ഫെയർനെസ് ക്രീമാണ്. ഇത് ഫേസ് ബോഡി ഹാൻഡ്സ്. ഇത് എൻ്റെ അല്ല, ഇത് അച്ചിച്ചേട്ടൻ്റെയാണ്. അപ്പോൾ ഈ സാധനം നമ്മൾ അതിടും. പിന്നെ നമ്മളിനി സൺസ്ക്രീൻ ഇടും, അത് നമ്മൾ ടോണിയുടെ അടിച്ചു മാറ്റും. എൻ്റെ കയ്യിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ശരിക്കും പറഞ്ഞുണ്ടായിരുന്നു, എല്ലാം ഞാൻ വീട്ടിൽ വെച്ചിട്ട് പോകുന്നു. ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്ന കുറേ പ്രോഡക്റ്റുകളുണ്ടായിരുന്നു. അതിൽ എനിക്ക് എപ്പോൾ അത്യാവശ്യമുള്ള പ്രോഡക്റ്റുകളൊന്നുമില്ല, ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് നല്ലൊരു നോയ്സ് കേൾക്കുന്നുണ്ടാവും. അത് അപ്പുറത്തെ മുറിയിൽ ഫാൻ ഇട്ട് കഴിഞ്ഞാണ്. ഇവിടുത്തെ ഫാനിനൊക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, നല്ല രീതിയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അപ്പം നമ്മൾ ഫെയർനെസ് ക്രീം ഇട്ടു. ഇത് ആക്ച്വലി എന്തിനാ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് ഇതിൻ്റെ, അതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്. പക്ഷെ ഇതിന് വേറെ എന്തൊക്കെയോ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഇത് ദുബായിൽ നിന്ന് മേടിച്ചതാണ്, അച്ചിച്ചേട്ടൻ ദുബായിൽ നിന്ന്. ഇത് പിന്നെ അടുത്ത് നമുക്ക് സൺസ്ക്രീൻ ഇടാം. അപ്പോൾ ഗൈസ്, ഇതാണ് ടോണിയുടെ സൺസ്ക്രീൻ. ഇത് മാമ-എർത്തിൻ്റെ 50+ SPF 50 PA++++ ഉള്ളതാണ്. ഇത് അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സൺസ്ക്രീനാണ്. ഇത് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചാണ്, കാശില്ലാത്തതുകൊണ്ട്. പിന്നെ ഇവൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടും ഞാൻ മേടിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ.
പിന്നെ ഇവിടുത്തെ തണുപ്പ് കാരണം എൻ്റെ ചുണ്ട് കണ്ടോ ഭയങ്കര ഡ്രൈ അത് പൊട്ടിയിട്ടാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു കളറിലേക്ക് വന്നത്. ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നത്. ഇതുണ്ടോ വൈറ്റ് കാസ്റ്റ് തീരെയില്ല, ഭയങ്കര പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഓയിലി പോലെ ആക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാനൊരു ലിപ് ബാം ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഫുള്ള് തീർന്നു കേട്ടോ. ലിപ് ബാം ഇപ്പോൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ചുണ്ടൊക്കെ പൊട്ടി ഭയങ്കര സീനാവും. അതുകൊണ്ട് ലിപ് ബാം ഉപയോഗിക്കുന്നത്. ഇത് തീർന്നു, കംപ്ലീറ്റ് ആയിട്ടും തീർന്നു. ഇപ്പം നമ്മുടെ മുഖത്തെ സ്കിൻ കെയർ തീർന്നു. പിന്നെ ഞാനൊരു ബോഡി ലോഷൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതും അച്ചുചേട്ടൻ തന്നെയാണ്. എല്ലാം ഞാൻ അടിച്ചു മാറ്റുന്നതാണ്. നിങ്ങൾക്കുണ്ടോ ഗൈസ് ഇതുപോലത്തെ ഒരു ഫ്രണ്ട്? നമ്മൾ സ്വന്തമായിട്ടൊന്നും വാങ്ങില്ല, എല്ലാം ഇങ്ങനെ ബാക്കിയുള്ള കൂട്ടുകാരുടെ ഇങ്ങനെ എടുക്കും. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഈ പാൻറ് കാണാൻ പറ്റത്തില്ല. ഞാൻ സ്റ്റുഡിയോയിൽ എത്തുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. ഈ പാൻറ് ടോണിയുടെയാണ്, ഇടാൻ പോകുന്ന ഷർട്ട് ടോണിയുടെയാണ്. മൊത്തത്തിൽ എൻ്റേതായെന്ന് പറയാൻ എൻ്റെ ഷഡ്ഡി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈവൻ ഈ ഞാൻ ഇട്ടേക്കുന്ന ബെൽറ്റ് പോലും റൂമിലുള്ളവരുടെയാണ്. അപ്പോൾ നമ്മൾ ബോഡി ലോഷൻ എടുത്ത് പിന്നെ എൻ്റെ ബോഡി ഇതുണ്ടോ, ഇത് ഫുള്ള് ബോഡി ആക്ടിങ്ങാണ് കേട്ടോ. പുറത്തുണ്ട്. എല്ലാവരും ചോദിക്കും ഇതെന്താണ്. ഇത് പണ്ട് എനിക്ക് ഈ എന്താ നമുക്ക് എന്തൊരു കരപ്പനോ അങ്ങനെ എന്തോ ഒരു സാധനം വരില്ലേ, അങ്ങനെ വന്നതാണ്. പിന്നെ എനിക്കിതുവരെ പോയിട്ടില്ല. പിന്നെ എനിക്ക് പണ്ട് ചൂടുകൂടി വരുമായിരുന്നു. അപ്പോൾ ഈ ചൂടുകൂടി വന്നിട്ട് അതിൻ്റെ കുറച്ച് വിഷയമായിരുന്നു. പിന്നെ എനിക്ക് താരനുണ്ടായിരുന്നു. പണ്ട് എൻ്റെ മുഖത്ത് ഭയങ്കര കുരു ഉണ്ടായിരുന്നു. അത് ഈ താരൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. ഈ താരൻ ഇങ്ങനെ വന്ന് ഇവിടെ എല്ലാം വീണിട്ട് ആ സമയത്തൊന്നും ഞാൻ ഇന്നർ ബനിയൻ ഉപയോഗിക്കത്തില്ല. ഇപ്പോഴും ഇടാറില്ല, ഇന്നർ ബനിയൻ ഉപയോഗിക്കാറില്ലായിരുന്നു. ഇന്നർ ബനിയൻ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ സ്കിൻ ഇഷ്യൂസൊക്കെ വരുന്നത്. എന്നുവെച്ചാൽ കൂടുതലായിട്ടും ഇതുപോലത്തെ പുറത്തൊക്കെ ഇങ്ങനെ കുരു വരുന്നില്ലേ, അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത് അതുകൊണ്ടാണെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഒരു ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും പുള്ളിയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് ഇന്നർ ബനിയൻ യൂസ് ചെയ്യണമെന്നും. ഓക്കെ, അപ്പം നമ്മുടെ എന്താ പറയുക ബോഡി ലോഷൻ വിട്ടും. ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. എൻ്റെ ആക്ച്വലി ഇപ്പം ഭയങ്കര കേളി ആയിട്ടിരിക്കുന്നില്ലേ, പക്ഷേ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഭയങ്കര ഡ്രൈ ആകും. അപ്പം അത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനം ഉപയോഗിക്കും. ഇതാണ് ഹിമാലയയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ ക്രീം. ഇതും എൻ്റെ അല്ല, ഇതും അച്ചുചേട്ടൻ്റെയാണ്. നമ്മളെല്ലാം ഇങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തൃപ്തിയാണ് ചെയ്യുക. ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. ഇങ്ങനെയല്ല കേട്ടോ ഇത് തേക്കണ്ടേ. ഇത് കയ്യിൽ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ സ്പ്രെഡാക്കിയിട്ട് വേണം തൂക്കാൻ. ഇതിപ്പം ഞാൻ വെറുതെ ഇങ്ങനെ തൂക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഈ ഒരു സംഭവം എടുക്കാം. ഇതും എൻ്റെ അല്ല കേട്ടോ, ഇതും റൂമിലുള്ള അച്ചുചേട്ടൻ തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്വന്തമായിട്ടൊന്നും എടുക്കാൻ പാടില്ല. നമുക്കിതൊക്കെ റൂമിൽ ഇവിടെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളപ്പോഴത്തേക്കും നമ്മൾ എന്തിനു വെറുതെ പൈസ കളയണം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഹെയർ സെറ്റിങ്. ഞാൻ ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ. എനിക്ക് ആക്ച്വലി ഈ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാലും ഹെയർ സെറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം തൂത്തിട്ടുള്ളത് കൊണ്ട് എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര ഡ്രൈ ഫ്രിസി ആയിട്ടിരിക്കത്തില്ല. ഒരു ഇച്ചിരി കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ഹെയർ ഉണ്ടല്ലോ, ആ ഒരു ടെക്സ്ചറിലിരിക്കും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് ചെയ്തൊരു സംഭവമാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എപ്പോഴും ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഭയങ്കര വലിയ മെനയൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് ഉടുപ്പും കൂടി ഇട്ടിട്ട് നേരെ നമ്മുടെ സ്റ്റുഡിയോയിൽ പോകാം. എന്നിട്ട് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വലിയ ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ വേറെ അവിടുത്തെ ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്യാനാണല്ലോ പോകുന്നത്. അപ്പം ഇനി നമുക്ക് അവിടുത്തെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ പബ്ലിക്കായിട്ട് വന്നിട്ട് വ്ളോഗ് എടുക്കുന്നത്. ഭയങ്കര ടെൻഷനുണ്ട്, കാരണം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഭയങ്കര പബ്ലിക്കായിട്ട് ഭയങ്കര
എന്താ പറയുക, ഇതുള്ള ഒരു ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ നെക്സസ് മാളിലോട്ട് പോകാം. അതായത് നെക്സസ് മാളിൻ്റെ അകത്ത്, അതായത് ഫോറം മാൾ ഉണ്ടല്ലോ, പഴയ ഫോറം മാൾ, അതിൻ്റെ അകത്തൂടെ കയറിയിട്ട് നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ വരും, ബാക്കാണ് ഫ്രണ്ടാണോ തെറ്റല്ല, അവിടെ ചെല്ലും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ സ്റ്റുഡിയോയിലോട്ട് പോകും. ഇതിൻ്റെ അകത്ത് സ്റ്റുഡിയോ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ, പക്ഷേ ഇതിൻ്റെ അകത്ത് കയറാനും, ഞാൻ വേറൊരു സ്റ്റുഡിയോ ഉണ്ട് അപ്പുറം, ആ സ്റ്റുഡിയോയിലാണ് പോകാനിരിക്കുന്നത്. പിന്നെ ഇതിന് സൗണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, ഞാനൊരു 2 ഔട്ട്ഫിറ്റെങ്കിലും ട്രൈ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എൻ്റെ ഒരു പേടിയല്ല, ഒരു തരം ഒരു ചമ്മൽ പോലത്തെ ഒരു സംഭവം. അതുകൊണ്ട് എന്താവെന്ന് അറിയത്തില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഗൈസ്, ഈ സ്റ്റുഡിയോയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ സ്റ്റുഡിയോ ആണ് നമ്മളൊരു സ്റ്റുഡിയോ ആക്കി നോക്കാം. നമ്മൾ സ്റ്റുഡിയോ എന്ന് പറയും, പക്ഷെ നമ്മുടെ ഇതൊരു സ്റ്റുഡിയോ ആണ് ഗൈസ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. ഇവിടെ വലിയ കാര്യമായിട്ട് കളക്ഷൻ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവിൽ. ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഹോപ്പൊന്നും എനിക്കില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് നോക്കാം. എൻ്റെ ഒരു ഇതിൽ ഒരു 2 ഔട്ട്ഫിറ്റെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അകത്ത് നോക്കിയിട്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാനല്ലല്ലോ വന്നേ. പക്ഷെ ട്രയൽ റൂമിൽ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കാര്യമായിട്ട് ഔട്ട്ഫിറ്റ് ഒന്നും ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നോക്കാം, അകത്ത് കയറി നോക്കാം. ഈ ഒരു ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഇത് നമുക്ക് പറഞ്ഞാൽ, ഈ ഒരു ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടൊരു പാൻറ് വേണം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം തന്നെ ട്രൈ ചെയ്തത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് പാൻറ്റും അതുപോലെ തന്നെ ബനിയനും ഒരേപോലത്തെ മെറ്റീരിയൽ, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതെനിക്ക് തോന്നുന്നത് ഇത് നൈറ്റ് ഡ്രസ്സ് പോലത്തെ ഇടുന്നതാണെന്ന് തോന്നുന്നു. പുറത്തൊക്കെ പോകുമ്പോഴും ഇടാറുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അത് ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷർട്ടാണ് കേട്ടോ, ഈ ഒരു നീല ഷർട്ടും. ഇതെനിക്ക് ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അത് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ കാശില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഈ ഒരു വൈറ്റ് ബനിയനും ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സംഭവമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ഷർട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഷർട്ടും ബനിയനും ട്രൈ ചെയ്ത് നോക്കിയതെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതും ഈ ഒരു വൈറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ നേരം അവിടെ നിന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ നെക്സസ് മാളിലേക്കാണ് പോയത്. നെക്സസ് മാളിൻ്റെ അകത്തോടെ കയറിയിട്ട് വേണം ഓപ്പോസിറ്റ് നമ്മൾ റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ സക്സസ്ഫുള്ളി ആ ഒരു ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മൾ ആ ഒരു എന്താ പറയുക, കുറച്ച് ഔട്ട്ഫിറ്റ്സ് ട്രൈ ചെയ്തു. എനിക്കാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 3 എണ്ണം എനിക്ക് എല്ലാത്തിനും ഇഷ്ടപ്പെട്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ബ്ലൂ കളറിലൊരു സംഭവമുണ്ട്. പിന്നെ സെയിം കളറിലൊരു ടൈപ്പ് ഉണ്ടല്ലോ, ഒരു ബനിയൻ മോഡൽ പാൻറ്റും അതിൻ്റെ തന്നെ ആ ബനിയനും, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇനി എന്നാ എടുക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. എൻ്റെ ഒരു വലിയ ഡ്രീമാണ് കേട്ടോ. അതായത് എന്നെങ്കിലും ഈ സ്റ്റുഡിയോയിലൊക്കെ വന്നിട്ട് കുറേ പൈസയ്ക്ക് നമുക്ക് പൈസ നോക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സല്ല എടുക്കുന്നത്. എന്തെങ്കിലൊക്കെ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താ പറയുക, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി രാത്രിയിലത്തെ എടുക്കാനായിട്ട് വേറെ ഒന്നുമില്ല കാണിക്കാനായിട്ട്. കാരണം റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നോയ്സ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക, കാരണം ഭയങ്കര ട്രാഫിക്കാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.